അങ്ങനെ നമ്മൾ ഓണം വന്നെത്തി ഗൈസ്. അപ്പം നമ്മളിന്ന് വമ്പൻ പാർട്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആൻറ്റീൻ്റെ വീട്ടിൽ വെച്ചിട്ട്. അങ്ങനെ നമ്മൾ ആൻറ്റീൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പാപ്പനെ പാപ്പൻ്റെ അടുത്ത് കൂട്ടണമായിരുന്നു. ബീനാൻറ്റി വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേ ബീനാൻറ്റിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ബീനാൻറ്റി വന്നിട്ടുണ്ടായില്ല. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവിടെ പായസത്തിൻ്റെയൊക്കെ വട്ടം കൂട്ടുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പപ്പടമൊക്കെ പൊരിക്കുന്നുണ്ട് നമ്മളെ നിക്കിയാട്ടെ. എല്ലാം കരിച്ചിരുന്നു. പിന്നെ ഞാൻ നേരെ ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ ആ ഗൈസ് ഈ വീടിന്. പിന്നെ ഇവരൊക്കെ എൻ്റെ മരുമക്കളാട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഫോട്ടോഷൂട്ടിന് പോയി. നദനേനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി അവിടെ നല്ലൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. നദന നല്ലൊരു ഫോട്ടോഗ്രാഫറാട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൻ്റെ അകത്തായി ഫോട്ടോഷൂട്ട്. പൂക്കളിട്ട് അതിന് ചുറ്റും ഇരുന്ന് ഫോട്ടോഷൂട്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടിന് ശേഷം സദ്യ വന്നു. 14 കൂട്ടം വിഭവങ്ങളുള്ള അടിപൊളി സദ്യയായിരുന്നു. ഞാനും എൻ്റെ മരുമക്കളൊക്കെ കൂടി അത് അടിപൊളിയായിട്ട് കഴിച്ചു. കൂടെ പപ്പിയും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മളെ കളികളൊക്കെ തുടങ്ങി. ആദ്യം ജമിക്കുട്ടനെ പൊട്ടോടാൻ പോയത്. പക്ഷെ ജമിക്കുട്ടന് കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ആവേശത്തിലാണ് കളിച്ചത്. അതിനുശേഷം തെച്ചുപോയി. അവൻ എവിടെയൊക്കെയോ പോയിട്ട് ആർക്കൊക്കെയോ തൊടാനൊക്കെ നോക്കി. അങ്ങനെ കുറേ അവൻ കറങ്ങിയതിന് ശേഷമാണ് വെച്ചത്. നല്ല കോമഡി ആയിരുന്നു ശരിക്കും ഈ സുന്ദരിക്ക് പൊട്ടോടൽ. അതിനുശേഷം മുതിർന്നവരൊക്കെ കളിക്കാൻ തുടങ്ങി. എന്നാലും നദരക്കാണ് ഫസ്റ്റ് കിട്ടിയത്. അതിനുശേഷം കസേര കളി തുടങ്ങി. പാപ്പൻ്റെ കള്ളക്കളി നല്ലോണം ഉണ്ടായിരുന്നു. എന്നാലും ലാസ്റ്റ് ജയിച്ചത് അമ്മയായിരുന്നു കേട്ടോ. അതിനുശേഷം മറ്റുള്ളവരുടെ കസേര കളി, അതിൽ പപ്പിയും ജയിച്ചു. പിന്നീട് നമ്മുടെ കുഞ്ഞു മക്കളുടെ ലെമൺ ആൻഡ് സ്പൂണായിരുന്നു. അതിന് വേണ്ടിയിട്ട് അപ്പൂനെയും അച്ചുവിനെയും പിന്നെ തെച്ചുവിനെയും ജമീനെയും കുറേ സമയം സ്റ്റെയർ കേസ് കയറി ഇറക്കി. അതിനുശേഷം പുറത്തുനിന്ന് കളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ കളിച്ച് എല്ലാവരും ക്ഷീണം പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ദിവസം അടിച്ച് പൊളിച്ചു ഗൈസ്. അപ്പോഴെൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ